സംസ്ഥാനത്ത് 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആരംഭിക്കുകയാണ്. അതുപോലെ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ ഉന്നത വിദ്യാഭ്യാസ പഠന കേന്ദ്രം എന്ന നിലയിൽ കേരളത്തെ മാറ്റുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി ഇൻ കേരള പദ്ധതിക്കും സംസ്ഥാനത്ത് തുടക്കം കുറിക്കുകയാണ്. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തിന് നേരത്തെ നിയോഗിക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മികവിൻ്റെ കേന്ദ്രങ്ങൾ വിവിധ മേഖലകളിൽ വികസിപ്പിക്കുന്നത്. അത്യാധുനിക ഗവേഷണം വികസിപ്പിക്കാനും സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള അക്കാഡമിക് പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകാനും കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായ പഠന മേഖലകളിലോ ഗവേഷണത്തിലോ പരിശീലനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയായിട്ടാണ് ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടമായിട്ട് 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആണ് സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന നിലയിൽ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക ഉപയോഗിച്ച് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസും ആരംഭിക്കാൻ സർക്കാരിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഭരണാനുമതി ലഭിച്ച സെൻറ്ററുകളിൽ 2 ശാസ്ത്ര സാങ്കേതിക മേഖലയിലും 2 സാമൂഹ്യശാസ്ത്ര മേഖലയിലും 2 ഭാഷാ സാംസ്കാരിക മേഖലയിലുമാണ് പ്രവർത്തിക്കുക. ഒരു സെൻറ്റർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക അനധ്യാപക ഗവേഷക വിദ്യാർത്ഥി പരിശീലനങ്ങളിലും പാഠ്യപദ്ധതിയുടെ രൂപകൽപ്പന അടക്കമുള്ള കാര്യങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ട്രെയിനിങ് നിലവിൽ ഭരണാനുമതി ലഭ്യമായിട്ടുള്ള സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. 7 പേര് ആദ്യം പറയാം. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ, the Kerala Institute for Gender Equality, കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. ഇത്രയും സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നാം ഉടനെ ആരംഭിക്കുന്നത്. 11.4 കോടി രൂപയാണ് ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക്, അതായത് അത് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസും അതാത് മേഖലയ്ക്കുള്ളിൽ വൈദഗ്ധ്യം, നവീകരണം, സഹകരണം എന്നിവയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനം നടത്താവുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോന്നിലും അതത് മേഖലകളിലെ മികച്ച ഫാക്കൽറ്റി അംഗങ്ങൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെൻറ്ററിൽ വ്യവസായ പങ്കാളികൾ എന്നിവരുടെ മികച്ച സാന്നിധ്യം ഉണ്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ ഡയറക്ടറെ കൂടാതെ പരമാവധി 5 പേർ അടങ്ങുന്ന ഒരു കോർ അക്കാഡമിക് ടീം, ഫാക്കൽറ്റി ഫെല്ലോ, റിസർച്ച് ഫാക്കൽറ്റി എന്നിവർ ചേരുന്ന രീതിയിലാണ് സജ്ജീകരിക്കുക. അത് ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസിലും ഇതുപോലെ ഒരു ടീം ഈ സെൻറ്റർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതിന് ഉടനെ നിയോഗിക്കും. അതിനു പുറമെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉൾപ്പെടെ അവയിൽ ചെയ്യുന്ന കുട്ടികൾ, വിദ്യാർത്ഥികളുടെ, യുവ ഗവേഷകരുടെ ഓരോ ടീമും അതാത് വിഷയാടിസ്ഥാനത്തിൽ ഈ സെൻറ്റർ ഓഫ് എക്സലൻസിലുണ്ടാവും. സംസ്ഥാന സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഗവേണിംഗ് ബോർഡ് ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസിലും രൂപീകരിക്കും. സംസ്ഥാനത്തെ മറ്റു സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ പിന്തുടരാവുന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിലാവും ഈ സംവിധാനങ്ങൾ നിലവിൽ വരിക.
ഇനി ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസിനെ സംബന്ധിച്ചും ചെറുതായി പറയാണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതി രൂപകൽപ്പന, സിലബസ് തയ്യാറാക്കൽ, മൂല്യനിർണ്ണയ തന്ത്രങ്ങൾ, ടെക്നോളജി ഉപയോഗിച്ചുള്ള ബോധന രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് നിരന്തര പരിശീലനം നൽകുന്നതിനും ഈ മേഖലയിൽ ഗവേഷണം നടത്തി ഏറ്റവും ആധുനികമായ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഈ കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അധ്യാപകർക്കും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കും വിദ്യാർത്ഥികൾക്കും ലീഡർഷിപ്പ് പരിശീലനം നൽകുകയും ഈ സെൻറ്ററിൻ്റെ ലക്ഷ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെപ്പറ്റി ആവശ്യമായിട്ടുള്ള ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോയി നയരൂപകർത്താക്കൾക്കും ഈ കേന്ദ്രം ദിശാബോധം നൽകും. കാലിക്കറ്റ് സർവകലാശാലയിലാവും ഈ കേന്ദ്രം എന്ന നിലയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സാധ്യത പരിശോധിച്ച് തീരുമാനമെടുക്കും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. കേരള സർക്കാരിൻ്റെയും കേരള വംശജരായ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മനുഷ്യസ്നേഹികളുടെയുമെല്ലാം കൂട്ടുപങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന സഹകരണ സംരംഭമായിട്ടാവും ഈ കേന്ദ്രം പ്രവർത്തിക്കുക. വിപുലമായിട്ടുള്ള ശാസ്ത്ര ഗവേഷണത്തിനുള്ള പ്രധാന അന്തർദേശീയ കേന്ദ്രമായിട്ട് ഇതിനെ വികസിപ്പിക്കും. സുസ്ഥിരമായ ഇന്ധനങ്ങൾ, മാലിന്യ സംസ്കരണം, നാനോ ടെക്നോളജി, അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾ, സിസ്റ്റംസ് ബയോളജി, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, റോബോട്ടിക്സ്, എനർജി എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി ഉയർന്നു വരുന്ന വിവിധ വിഷയമേഖലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ സംഭാവന ചെയ്യുന്ന ഗവേഷക സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രത്തിലാവും നടക്കുക.